السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على أشرف المخلوقين وعلى آله وأصحابه الفائزين. ഏറ്റവും പ്രിയമുള്ള സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, അഭ്യുദയകാംക്ഷികളെ, ഇന്ന് നിങ്ങളോട് ഷെയർ ചെയ്യുന്ന വിഷയം ഏകദേശം 90% സ്ത്രീകളും ആവശ്യപ്പെടുന്ന വലിയൊരു വിഷയമാണ്. പഴയ ഭർത്താക്കന്മാരും ഗൾഫിൽ പോവുക, 5 കൊല്ലം 10 കൊല്ലം അവിടെ ഇങ്ങനെ ജീവിതം തുലയ്ക്കുക, അവിടെ നിന്ന് ഇങ്ങോട്ട് വരിക, 10 ദിവസം ഇവിടെ നിൽക്കുക, അല്ലെ 15 ദിവസം, അല്ലെ 1 മാസം, അല്ലെ 2 മാസം നിൽക്കുക. ഈ 1 മാസം 2 മാസം ആള് വന്നാലോ മൂപ്പർക്ക് ഈ പറഞ്ഞ കണക്ക് ഒരുപാട് യാത്രകൾ, സാധനങ്ങൾ കൊണ്ട് കൊടുക്കാനായാലും മറ്റു കാര്യങ്ങളുമായിട്ട് കുറേ ദിവസങ്ങൾ അങ്ങനെ പോവുക. പിന്നെ ഇതിനിടയ്ക്കൂടെ ഭാര്യയ്ക്ക് ചിലപ്പോൾ മാസം ഉള്ള കുറേ കാര്യങ്ങളുണ്ടല്ലോ, അതിങ്ങനെ ഒരു 8 ദിവസം 7 ദിവസം അങ്ങനെ പോവുക. അപ്പോൾ ഇങ്ങനെയൊക്കെ പലപ്പോഴും ഭർത്താവിൻ്റെ സ്നേഹം അവർക്ക് കിട്ടേണ്ട സമയങ്ങളിൽ കൂടെ കിട്ടാതെ വരുന്ന കുറേ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട ഒരു വിഷയമാണ് ഇന്ന് നിങ്ങളോട് ചർച്ച ചെയ്യുന്നത്. അത് പ്രധാനമായിട്ടും നമ്മൾ ചില ആളുകളൊക്കെ ഈ ഭർത്താവിൻ്റെ സ്നേഹം ഇങ്ങനെ പിടിച്ചു കിട്ടാൻ വേണ്ടി ചില ആളുകളുടെ അടുത്തൊക്കെ പോയിട്ട് എന്തെങ്കിലുമൊക്കെ ഈ കൈവിഷം പോലുള്ള പണികളൊക്കെ ചെയ്യും. അങ്ങനെ ഒന്നും പാടില്ല. നമുക്ക് ചെയ്യാം, ഒരുപാട് കാലം നല്ല കാര്യം ചെയ്യാനുണ്ട്. വെള്ളത്തിൽ ഖുർആൻ ഓതി കൊടുക്കാം, പഞ്ചസാരയിൽ സ്വലാത്ത് ചൊല്ലി കൊടുക്കാം, അങ്ങനെ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അതൊക്കെ ചെയ്യാം. അത് ഭർത്താവിന് സ്നേഹം കിട്ടാൻ വേണ്ടിയാണ്. മറിച്ച് നമ്മൾ ഈ ഇസ്ലാമികപരമല്ലാത്ത, ഖുർആാനികപരമല്ലാത്ത ചികിത്സക്കാരുടെ മുമ്പിൽ പോയിട്ട് അവരെന്തെങ്കിലുമൊക്കെ ജപിച്ച് വല്ല പൊടിയും ഇട്ടകിട്ട് കൊടുത്ത് അങ്ങനെ സ്നേഹം കിട്ടാൻ വേണ്ടി ആയിരിക്കാം ചെയ്യുന്നത്. പക്ഷേ ആ റൂട്ട് ശരിയല്ല. എപ്പോഴും നമ്മുടെ ലക്ഷ്യം, ആ ലക്ഷ്യത്തിന് മാർഗം സാധൂകരിക്കും, മാർഗം മാനദണ്ഡമാക്കും എന്ന് എല്ലാവർക്കും അറിയാം. അപ്പം ലക്ഷ്യം മാത്രം പോരാ, അതിന് സ്വീകരിക്കുന്ന മാർഗവും കൂടി കറക്റ്റ് ആവുമ്പോഴാണ് ലക്ഷ്യസ്ഥാനം പൂർത്തീകരണത്തിലേക്കും അതിൻ്റെ പരമോന്നത വിജയത്തിലേക്കും എത്തുന്നത്. ഏതായിരുന്നാലും ഈ വിഷയത്തിൽ നിങ്ങളോട് പറയാനുള്ളത്, നമ്മുടെ ഭർത്താക്കന്മാരുടെ സ്നേഹം പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ട് ഇവിടെ കാണിക്കുന്ന ഒരു കളം, ആ കളത്തിൽ ചില സംഖ്യകൾ നാം എഴുതിയിട്ടുണ്ട്. ഈ സംഖ്യകൾ എന്ന് പറയുമ്പോൾ ഫോൺ നമ്പർ അല്ല, ഇത് ഖുർആനിൻ്റെ ആയത്തുകളുടെ അത് ചുരുക്കി എടുത്ത സംഖ്യകളാണ്. അപ്പോൾ ഈ നമ്പറുകളിൽ ഒരുപാട് കലാമുകളും ആയത്തുകളും ദിക്റുകളും ഒക്കെ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ബർക്കത്ത് കൊണ്ടാണ് ഈ കാര്യങ്ങൾ സാധിക്കേണ്ടത്. എല്ലാം അള്ളാഹു ആണ് ഇത് ചെയ്യുന്നവൻ. ഈ നമ്മൾ ഖുർആൻ ഓതിയാലും സ്വലാത്ത് ചൊല്ലിയാലും മഹാന്മാരോട് തവസ്സുൽ ചെയ്താലും ഇസ്തിഗാസ ചെയ്താലും മൗലിദ് ഓതിയാലും റാത്തീബ് ഓതിയാലും സുന്നത്തും പൊടിച്ചാലും ഫർദ് നിസ്കരിച്ചാലും സുന്നത്ത് നിസ്കരിച്ചാലും എന്ത് ചെയ്താലും ഇത് സ്വീകരിക്കലും സ്വീകരിക്കാതിരിക്കലും അള്ളാഹിൻ്റെ തീരുമാനമാണ്. അല്ല, ചെയ്തു എന്ന് വിചാരിച്ച് നടക്കുമെന്നല്ല, ചെയ്തത് സ്വീകരിക്കൽ അള്ളാഹുവിൻ്റെ തീരുമാനമാണ്. അത് ഏത് മുറാദിനാണോ, ഏത് ഉദ്ദേശത്തിനാണോ ചെയ്തത് അത് നടത്തലും അള്ളാഹിൻ്റെ തീരുമാനമാണ്. അല്ലാതെ മൊയ്ലിയാർ ഓതി എന്ന് വിചാരിച്ചാൽ നടക്കണമെന്നല്ല. മൊയ്ലിയാർ ഒരു കാരണക്കാരനാണ്. മൊയ്ലിയാരുടെ കയ്യിലിരിക്കുന്ന പേന ഒരു കാരണമാണ്. മൊയ്ലിയാരുടെ കയ്യിലിരിക്കുന്ന പേപ്പർ ഒരു കാരണമാണ്. അതിൽ മൊയ്ലിയാർ വരച്ചൊരു കളം അതൊരു കാരണമാണ്. ആ കളത്തിനകത്ത് ഖുർആന്റെ ആയത്ത് ചുരുക്കി എഴുതി അതൊരു കാരണമാണ്. അതിനകത്ത് അവസാനം ബിസ്മില്ലാഹ് ഊതിയത് അതൊരു കാരണമാണ്. അത് നാലായിട്ട് മടക്കിയിട്ട് കയ്യിൽ തരുകയോ അല്ലെങ്കിൽ ലാമിനേഷൻ ചെയ്ത് കയ്യിൽ വെക്കാൻ തരുകയൊക്കെ ചെയ്ത് അതൊരു കാരണമാണ്. ലാമിനേഷൻ ഒരു കാരണമാണ്. ഇതെല്ലാം കാരണമാണ്. പക്ഷേ ഈ തന്ന മൊയ്ലിയാർക്കുടെ വിശ്വാസം എന്താണ്? ഇത് ഞാൻ എന്തു ചെയ്താലും ഇത് അള്ളാഹുവാണ് ഇവർക്ക് വിജയിപ്പിച്ചു കൊടുക്കേണ്ടത്. പ്രപഞ്ചനാഥനാണ്, ജഗന്നിയന്താവാണ് ഇത് വിജയിപ്പിച്ചു കൊടുക്കേണ്ടത് എന്ന വിശ്വാസത്തിലാണ് ഇവിടെ എല്ലാം നടക്കുന്നത്. ഈ വിശ്വാസം ഈ ഒരു വിശ്വാസം നഷ്ടപ്പെടുത്തിക്കൊണ്ട് ചെയ്യുന്ന പ്രവർത്തികളും അമലുകളുമാണ് ശിർക്കായി മാറുന്നത്. എന്തൊരു കാര്യം ചെയ്യുമ്പോഴും ഇത് അള്ളാഹുവിനെ കൊണ്ടാണ്, അള്ളാഹു ഏക ഇലാഹാണ്, അവനാണ് ഇത് എല്ലാം ഫതഹാക്കി തരേണ്ടത് എന്ന നിയ്യത്തോടുകൂടി നമ്മൾ ചെയ്യുന്ന ഓരോ ശരീഅത്ത് അനുവദിച്ച സർവകർമ്മങ്ങളിലും നമുക്ക് പേടിക്കേണ്ടതില്ല, ഭയക്കേണ്ടതില്ല. ശിർക്ക് വരുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ ചെയ്യുന്നത് ആ ആളിനെ കൊണ്ടാണ്, ഈ മൂർത്തിയെ കൊണ്ടാണ്, ആ സാധനത്തെ കൊണ്ടാണ്, ആ സൂര്യൻ്റെ കഴിവാണ്, സൂര്യനെ കൊണ്ടാണ്, ഈ ചന്ദ്രനെ കൊണ്ടാണ്. ഇങ്ങനെയൊക്കെ ചിന്തിക്കുമ്പോഴാണ് അത് ശിർക്കിലേക്ക് വരുന്നത്. ഈ ഖമറായാലും ശംസായാലും ആകാശമായാലും ജലമായാലും ജലപിശാശായാലും ജിന്നായാലും കാളിയായാലും മൂർത്തി എന്ത് തന്നെയാണെങ്കിലും അതിനെയൊക്കെ അള്ളാഹുവിൻ്റെ കുൻ ബിഇദ്നില്ല, അള്ളാഹുവിൻ്റെ അനുമതി പ്രകാരം മാത്രമാണ് ഇത് നടക്കുന്നത് എന്ന
100% പൂർണ്ണമായ വിശ്വാസത്തോടു കൂടി ഈ അമലുകൾ ചെയ്ത് നമ്മുടെ കയ്യിൽ വെക്കുമ്പോൾ അത് ഉസ്താദിന്റെ കഴിവാണ് എന്ന് ആരെങ്കിലും തെറ്റിദ്ധരിച്ചെങ്കിൽ അത് ആദ്യം മനസ്സിൽ നിന്നെടുത്ത് മാറ്റണം. അദ്ദേഹം ഒരു കാരണമാണ്. അത് ചിലപ്പോൾ ഒരു മുസ്ലിയാരാകാം, ചിലപ്പോൾ ചെറിയ കുട്ടിയാകാം. അപ്പൊ അതുകൊണ്ട് ഇതൊക്കെ അള്ളാഹുവാണ്. അള്ളാഹുവിനോട് ദുആ ചെയ്ത് റബ്ബത് സ്വീകരിച്ചു കിട്ടിയാൽ ഏത് ബലാ മുസീബത്തുകളും നമുക്ക് ബാത്തുലാക്കി കളയാൻ കഴിയും. അതുകൊണ്ട് 100% മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കെതിരെ ശത്രുക്കൾ ചെയ്ത സിഹർ നിങ്ങൾക്കറിയാം. അവസാനം ആ മുത്തുനബിക്ക് വേണ്ടി ഇറങ്ങിയ സിഹർ ബാത്തിലാക്കാൻ വേണ്ടി ഇറങ്ങിയ 2 സൂറത്താണ് സൂറത്തുൽ ഫലഖും സൂറത്തുൻ നാസും. ഞാൻ ചില വീഡിയോയിൽ ആ വിഷയം ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ ഇതിനൊക്കെ നമുക്ക് തെളിവുണ്ട്. ഈ മന്ത്രം ചെയ്യുന്നതിനും സിഹർ ബാത്തിലാക്കുന്നതിനൊക്കെ തെളിവുണ്ടോ എന്ന് ചോദിച്ചാൽ തെളിവ് മുത്തുനബിയാണ്, തെളിവ് അള്ളാഹുവാണ്, തെളിവ് ഖുർആനാണ്. ഖുർആൻ പറയാതെ, അള്ളാഹ് പറയാതെ സിഹറൊന്നും ബാത്തിലാക്കാൻ നമ്മൾ ഇറങ്ങിയിട്ടില്ല. അതുകൊണ്ട് ഭർത്താവിന്റെ സ്നേഹം പിരിച്ചു കിട്ടാൻ കൈവിഷം, ഇസ്ലാമികപരമല്ലാത്ത ഖുർആനിക ചികിത്സ അല്ലാത്ത ഭാഗത്ത് പോയി കൈവിഷത്തിന് ഒന്നും ചെയ്യരുത്. അതിനുവേണ്ടി ഹലാലായ വഴിയിൽ ആയത്തുകൾ, ക്രമപ്പെടുത്തിയ സംഖ്യകൾ, എഴുതി ചേർക്കപ്പെട്ട കണങ്ങൾ ഉപയോഗിച്ചുകൊണ്ടും ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ പഞ്ചസാര സ്വലാത്തുകൾ ചൊല്ലി ഊതിയും ആ ഭർത്താവിന് കൊടുത്ത് അവന്റെ മനസ്സ് ആത്മീയമായി ഭാര്യയിലേക്ക് അടുപ്പിക്കുന്നതിന് യാതൊരു തടസ്സവും ഇല്ല. അതുകൊണ്ട് ആവശ്യമുള്ളവർ വാട്സാപ്പിൽ വിഷയം അറിയിച്ചാൽ ഇൻഷാ അല്ലാഹ് അത് പറഞ്ഞു തരികയും അയച്ചു തരികയും ചെയ്യും. അല്ലാഹു തആല സ്വീകരിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.